ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. നമുക്കറിയാം, ഞങ്ങളെല്ലാം സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ സിനിമയിലെ ആദ്യത്തെ നായിക എന്ന് പറയുന്നത്, സിനിമ കണ്ടിട്ട് ആൾക്കാർ ഹറാസ് ചെയ്ത് ഇത് ഈ സിനിമയിൽ പറഞ്ഞതെല്ലാം സത്യമാണ്, അത് വേറെ ആളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവർ വളരെ മോശപ്പെട്ട ഒരു ദാരുണമായ അന്ത്യമായിരുന്നു അവർ. 1940കളിൽ ഒരു പെൺകുട്ടി സിനിമ കാണുന്നത്, സിനിമ അഭിനയിക്കുന്നത് വലിയ തെറ്റാണ്. നാടകത്തെപ്പറ്റി ചിന്തിക്കണ്ട, നാടകത്തിൻ്റെ അയലത്തോട്ട് പോകത്തില്ല. ആ കാലഘട്ടത്തിലൊക്കെ ആണുങ്ങളാണ് പെൺകുട്ടികളുടെ റോൾ എടുത്തിരുന്നത്, ഒച്ചറ വേലിക്കുട്ടിയൊക്കെ. ആ 40കളിൽ ഒരു 4 വളരെ സീനിയറായിട്ടുള്ള 4 കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കൊല്ലത്തുള്ള കണ്ടോൺമെൻറ്റ് സ്കൂളിൽ ചെല്ലുന്നു. അവിടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് കാണണം. കണ്ടു, സംസാരിച്ചു. അവർ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ കുട്ടിയുടെ അമ്മ അവിടെ ഉണ്ട്, തൊഴിലാളി സ്ത്രീയാണ്. ഞങ്ങൾ മകളെ കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സ്മാർട്ടായിരിക്കുന്നു, ഞങ്ങൾക്കൊരു നാടകത്തിൽ അഭിനയിപ്പിക്കണം. അപ്പോൾ ഇവർ പറഞ്ഞു പറ്റില്ല. മകൾക്കിഷ്ടമാണെങ്കിലോ? മകൾ വരുന്നു, ചോദിക്കുമ്പം മകൾ പറഞ്ഞു എനിക്കിഷ്ടമാണ്. നിനക്കിഷ്ടമാണെങ്കിലും ഒക്കെ. നാട്ടുകാരെ ഇളകുന്നു. ഒരിക്കലും നാടകം കാണാൻ പോലും സമ്മതിക്കത്തില്ല, പിന്നല്ലേ അഭിനയിക്കുന്നത്. അങ്ങനെ വലിയ കോലാഹലത്തിന് ശേഷം കുട്ടിയുടെ അമ്മ നാടകത്തിൽ അഭിനയിക്കാൻ വിടുന്നു. നാടക വണ്ടിയിൽ അമ്മയെ ഈ കുട്ടിയെയും കയറ്റിക്കൊണ്ട് പോകുമ്പോൾ നാട്ടുകാർ വടിയും തടിയും ഒക്കെ ആയിട്ട് വന്നു ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മ ഒരു വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ചുണയുള്ള ഒരുത്തനുണ്ടെങ്കിൽ വാടാ, എൻ്റെ മകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ അഭിനയിക്കും. അവൾ അഭിനയിച്ച് ഒരുപക്ഷെ ഈ കുടുംബം, ഞങ്ങൾ പാവങ്ങളാണ്, ഇവിടെ കുടുംബത്തിൽ അവൾ സമ്പാദിക്കും. എല്ലാവരും മാറിപ്പോയി. ആ കാണാൻ വന്ന 4 പേര്, തോപ്പിൽ ബാസി, കാമ്പിശ്ശേരി കരുണാകരൻ, എൻ്റെ അച്ഛൻ ഓമാധവൻ, ആ കുട്ടി എൻ്റെ അമ്മ വിജയകുമാരി, കത്താളെടുത്ത് വെട്ടുകത്തി എടുത്തുകൊണ്ട് നിന്ന ആൾ സഖാവ് ഭാർഗവി, എൻ്റെ അമ്മുമ്മ. ആ നാടക ട്രൂപ്പിൻ്റെ പേര് KPSC. അന്ന് കൊണ്ടുപോയി കളിച്ച നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാണ്. 70 കൊല്ലമായി അമ്മ നാടകത്തിലും സിനിമയിലും TV-യിലും എല്ലാം അഭിനയിച്ചു. ഇപ്പോഴും അഭിനയിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ മുന്നേറ്റം എല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. തുടക്കം. താങ്ക് യു. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഇത് ശരിക്കും ഒരു എന്താ പറയുക, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ട പോലെ ഉണ്ടായിരുന്നു ചേട്ടാ. അങ്ങനെ ഒരു 3 ഇൻസ്പയറിംഗ് സ്റ്റോറീസ് നമ്മളിപ്പോൾ കേട്ടു. എന്താണെങ്കിലും ലോകമെമ്പാടുമുള്ള എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ.